നമസ്കാരം. ശുഭത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. ഇന്നത്തെ കളക്റ്റീവ് റീഡിംഗ് വരുന്നത് നിങ്ങളുടെ ഈ ഒരു മാസം നിങ്ങൾ എങ്ങനെയാണ് അവസാനിപ്പിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മാസത്തിൽ നിങ്ങൾ കരുതിയിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോവാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓർക്കുക, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ, ഫാമിലി ഇഷ്യൂസ്, പ്രശ്നങ്ങൾ, ഇവയ്ക്കൊരു കൗൺസിലിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. ഒരു സ്ലോട്ട് ബുക്ക് ചെയ്ത് ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ടാരോട്ട് റീഡിങ്ങും കൗൺസിലിങ്ങും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 3 ഫോട്ടോസാണ് വെച്ചിട്ടുള്ളത്. 3 ഫോട്ടോസിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കണ്ണുകൾ അടച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ബ്രീത്തിങ് ചെയ്തതിന് ശേഷം മൈൻഡ് റിലാക്സേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതാണോ സെലക്ട് ചെയ്യാൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എങ്ങനെ റെസൊനേറ്റ് ആവുന്നു, അല്ലെങ്കിൽ ലൈഫിൽ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് എങ്ങനെ മാച്ച് ആവുന്നു ആ ഒരു തരത്തിലേക്ക് മാത്രം കാര്യങ്ങൾ എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് ചില കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതിൽ നിന്നുള്ളൊരു പോസിറ്റീവ് മെസ്സേജെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുവാണെങ്കിൽ അത് എനിക്കും സന്തോഷമാണ്, നിങ്ങൾക്കും സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഫോട്ടോ സെലക്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആവശ്യമെങ്കിൽ വീഡിയോ പോസ് ചെയ്യാം. ബ്രീത്തിങ് ചെയ്തതിന് ശേഷം ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ഫോട്ടോയുടെ അട്രാക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യാം. ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോയുടെ ആ ഒരു റീഡിംഗ് വരുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത്, നിങ്ങളുടെ വരും നാളുകൾ ഈ ഒരു മാസത്തിലെ കുറച്ച് ദിവസമെങ്കിലും നിങ്ങൾ വർക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അത്ര മേ ബി ചിലപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ ഒരു കരിയർ സെലക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അനുഭവിക്കുന്ന ചെറിയ ബുദ്ധിമുട്ടാവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ചെറിയ സ്ട്രഗിൾസ് ആയിരിക്കാം. ഓക്കെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് പ്രശ്നത്തിനും അതൊരു ലെസണായിട്ട് എടുക്കാം. അതായത് അതിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പഠിക്കാനും ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിയിൽ ഒരുപാട് സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അല്ലെങ്കിൽ നല്ലൊരു ബെനിഫിറ്റുള്ള ജോലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും സ്ട്രെസ് എടുക്കാൻ ആവശ്യമില്ലാത്തൊരു ജോലി തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളിവിടെ ചിലപ്പോൾ കംഫർട്ട് സോൺ വിചാരിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് മാറണം, നിങ്ങളുടെ ഒരുപാട് കഴിവുകൾ പുറത്തെടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും നല്ല അവസരങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ആ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്താണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. കുറച്ചും കൂടി അവസരങ്ങൾ ഉണ്ടാവാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ബിസിനസ്സിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അത്രയും നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് ചിലപ്പോൾ അതിന് അനുയോജ്യമായിട്ട് ഉണ്ടാവില്ലായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു എഫേർട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, പക്ഷേ നിങ്ങൾ ചിലപ്പോൾ അനാവശ്യമായിട്ട് ഒരുപാട് സ്ട്രെസ്സ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവാം. അത് ക്വാളിറ്റി ടൈമിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക നിങ്ങളുടെ സാഹചര്യം എന്താണോ ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കേൾക്കേണ്ട സന്ദേശം. ചിലപ്പോൾ ഇതുപോലെ ഒരു ജോലി നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലായിരിക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും, എനിക്ക് അത് വേണോ ഇത് വേണോ, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ അനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മനസ്സൊക്കെ ഒന്ന് കാമാക്കിയതിന് ശേഷം അതിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുക. ചിലപ്പോൾ വർക്ക് ലോഡായിരിക്കും, അപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത് റിലാക്സ് ചെയ്തതിന് ശേഷം ഇറങ്ങുവാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ലൈഫിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുക. മനസ്സിനാണെങ്കിൽ ഇമോഷണലി നിങ്ങൾ എല്ലാ കാര്യത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ലൈഫ് ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ സ്ട്രെങ്ത് തിരിച്ചറിയാൻ ശ്രമിക്കുക. ഈ ഒരു സമയത്ത് എന്ത് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും അത് ഒരു പരാജയം അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊരു വിജയത്തിന് മുന്നേ ആയിട്ട് ഉണ്ടാവും എന്നുള്ളത് പഠിക്കുക ഈ ഒരു കാര്യത്തിൽ. ഓക്കെ,
അപ്പോൾ എപ്പോഴും വിജയം മാത്രമല്ല, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനെ കൂടി ഞാൻ അതിജീവിക്കേണ്ടതാണ്, ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണെന്നുള്ളൊരു വാർണിംഗ് ചിലപ്പോൾ അടുത്തൊരു ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ അതിന് നോർമലായിട്ട് ബാലൻസ് ആയിട്ടുള്ള ലെവലിൽ തന്നെ എടുത്താൽ മതി. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളത് അനുഭവിക്കുന്നുണ്ടാവും. ഇറ്റ്സ് ഓക്കെ. പോസിറ്റീവായിട്ടിരിക്കുക. അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പുതിയ നല്ലൊരു ഡോറ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പം പല വാർണിങ്ങും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനുള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് ഒരുപാട് മിസ്റ്റേക്ക് കാര്യങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവും. അതായത് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബുദ്ധിമുട്ടിൻ്റെ വക്കിലായിരിക്കാം, ഒരു ബ്രേക്കപ്പിൻ്റെ വക്കിലൊക്കെ ആയിരിക്കാം കടന്നു പോകുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ പരസ്പരം സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ചിന്തിക്കുക ഈ ഒരു സമയത്ത്. ഇൻ കേസ് നിങ്ങൾക്കത് എത്ര ക്ലിയർ ചെയ്തിട്ടും പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത്തരത്തിലുള്ളൊരു വാർണിംഗ് ഒക്കെ തന്നിട്ട് ഈ ഒരു മാസം നിങ്ങൾ വളരെ കംഫർട്ടായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പ്രപഞ്ചം തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ലൈഫിൽ എന്തൊക്കെ സ്ട്രഗിൾ വന്നാലും നിങ്ങൾ അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക. ഡിസംബർ 15 15 വരെയൊക്കെ നിങ്ങൾ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ കൂടി ബുദ്ധിമുട്ടിൽ കൂടെ ഒക്കെ കടന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനുശേഷം നിങ്ങൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ലൈഫ് കുറേ കൂടി മെച്ചുറായിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നു ആ ഒരു തരത്തിലെടുക്കാം കേട്ടോ. ഈ ഒരു മെസ്സേജ് എപ്പോഴാണോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നത്. ഞാൻ ഇപ്പോൾ റീഡ് ചെയ്യുമ്പോൾ ഒരു ഡേറ്റ് എൻ്റെ മുമ്പിൽ വന്നു, അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫോട്ടോ, ഈ ഒരു കാർഡ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മെസ്സേജാണ് വരുന്നത്. ആദ്യം തന്നെ ഒരു ഫാമിലി സംബന്ധമായിട്ടുള്ള ഒരു മെസ്സേജാണ് ലഭിക്കുന്നത്. ഈ ഒരു മാസം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരു ഗ്രേറ്റ് ഡീൽ, ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡിവോഴ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിൻ്റെ വക്കിലൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് ഒരു കോംപ്രമൈസിലേക്ക് എത്തിക്കാനുള്ളൊരു സാധ്യത കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു മാസത്തിൻ്റെ അവസാനം ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ തന്നെ കുറേ കൂടി നിങ്ങൾക്ക് ഫാമിലിയിലേക്ക് ഒരുപാട് അബൻഡൻസ് വന്നു ചേരാനുള്ളൊരു സാധ്യതയാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് ലവ്, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു പ്രഗ്നൻസി, ഫാമിലിയിലൊരു പ്രഗ്നൻസിയൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ട്രസ്റ്റ് ചെയ്യുക ഒരു എനർജി. ഓക്കെ. ദെൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുവാണ് നിങ്ങളുടെ ലൈഫിലേക്ക്. സാമ്പത്തികമായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു പരിധിവരെ കരകയറാനുള്ള ഒരുപാട് അവസരങ്ങൾ വന്നു ചേരാനുള്ളൊരു സാധ്യത കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഇമോഷൻസ് പരമായിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരുപാട് ലെസൺസ് പഠിച്ച് അതിൽ നിന്നൊക്കെ മുന്നേറി ലൈഫൊന്ന് മെച്ചുറായിട്ട് കൊണ്ടുപോകാനുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണിത്. ഒരുപാട് ഡിസഗ്രീമെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടായിരുന്നു. ചിലപ്പോൾ അത് ഫാമിലി പരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സംബന്ധമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് ഒരുപാട് പരസ്പരം ഒരു തെറ്റിദ്ധാരണകളുടെ മേലെയൊക്കെ ഒരുപാട് ഇഷ്യൂസ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞ് കോംപ്രമൈസിലെത്തിക്കാനുള്ളൊരു സാധ്യത കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചിലർക്ക് ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കഴിഞ്ഞ് ലൈഫിലേക്ക് പുതിയതായിട്ടൊരു നല്ലൊരു ബന്ധം, ചില പ്രപ്പോസൽസ് ഒക്കെ വരാനുള്ളൊരു സാധ്യത കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾക്കിത് എങ്ങനെ റെസൊനേറ്റ് ആവാൻ പറ്റുന്നു, എടുക്കാൻ പറ്റുന്നു ആ ഒരു തരത്തിലേക്ക് എടുക്കുക. തീർച്ചയായിട്ടും ചില ആൾക്കാർക്കൊരു വീട് സംബന്ധമായിട്ടുള്ള കാര്യത്തിലേക്ക് എനർജി കണക്ട് ചെയ്യാൻ പറ്റുന്നു. പുതിയൊരു വീട് വയ്ക്കാനുള്ള ചില പ്ലാനിങ്സിലേക്ക് പലരും പോകാനുള്ളൊരു സാധ്യത കാണാൻ പറ്റുന്നുണ്ട്. പുതിയൊരു വീട്, ചിലപ്പോൾ നിർത്തിവെച്ചൊരു വീട് പണി വീണ്ടും പുതുക്കി പണിയുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് എനർജീസാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ഒരു മാസത്തിൻ്റെ അവസാനത്തോടു കൂടി നിങ്ങൾ പുതിയ പല തീരുമാനങ്ങളും എടുക്കാനുള്ളൊരു സാധ്യത കാണാൻ പറ്റുന്നുണ്ട്. ചിലർക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഫീൽ ചെയ്യുന്നത്. സോ എങ്ങനെയായാലും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി ലൈഫ് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഒരുപാട് പ്രതീക്ഷകളുടെ മാസം തന്നെയാണ് വരാൻ പോകുന്നത്. പ്രതീക്ഷകളോട് കൂടിയാണ് ഈ ഒരു മാസം കടന്നു പോകുന്നത്. ലൈഫിൽ ഒരുപാട് സമാധാനം, സന്തോഷം, ചിലർ കടബാധ്യതയിൽ നിന്ന് മോചിതരാവാനുള്ളൊരു ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഫാമിലി പരമായിട്ട് തന്നെയാണ് എനിക്ക് കൂടുതലൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത്. ഓക്കെ. ലൈഫിൽ ഒരുപാട് ഫൺ, റിലാക്സേഷൻ, ചിലരെങ്കിലും ഒരു പരസ്പരം ഒരു ധാരണയിലെത്താൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു ടൂർ പ്ലാൻ ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ. എന്നിരുന്നാലും വളരെ നല്ലൊരു കാര്യമാണ്. ക്വാളിറ്റി ടൈം പരസ്പരം പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. ആ ഒരു നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഒരു ലാസ്റ്റിംഗ് ബോണ്ട്
ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഒരുപാട് പീസ്ഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഫാമിലിപരമായിട്ട്. പരസ്പരം നിങ്ങളുടെ വർക്ക് പ്രഷർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മാത്രം പരസ്പരം പങ്കുവയ്ക്കുന്നതിന് പകരം കുറച്ചൊന്ന് റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള സമയം കൂടി നിങ്ങൾ പാർട്ട്ണർ പാർട്ട്ണറുമായിട്ട് സമയം കണ്ടെത്തുക. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കുട്ടികളുമായിട്ട് നിങ്ങൾ സമയം ചിലവഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ലൈഫിലൊരു ബാലൻസാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആവശ്യം. തീർച്ചയായിട്ടും ഒരു നല്ലൊരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ ഒരു പരസ്പരമുള്ളൊരു ബോണ്ടിങ് ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചില ആൾക്കാർക്ക് തീരെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ചിലർക്ക് ഈഗോ പിടിച്ചിട്ട് ഈഗോക്കായിട്ട് പരസ്പരം മിണ്ടാതെ അവരാദ്യം മിണ്ടട്ടെ, ഞാൻ മിണ്ടാതിരിക്കേണ്ട ആവശ്യം എന്താ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ബന്ധങ്ങൾ എപ്പോഴും ഒരു പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി മനോഹരമായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം സംസാരിച്ചിട്ട് ഒരു ധാരണയിലെത്താൻ പറ്റുന്ന ബന്ധങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് അതിൻ്റെതായിട്ടുള്ള വഴിക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക, നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ളൊരു സന്ദേശം. ഈ ഒരു മാസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ള ഒരു സമയമായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡ് റെസൊനേറ്റ് ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലൈഫിലേക്ക് ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. അതായത് ഒരു പലതരത്തിലുള്ള ഒരു മിറാക്കിൾസ് ട്വിസ്റ്റൊക്കെയാണ് കാണാൻ പറ്റുന്നത്. കാരണം ഈ ഒരു സമയത്ത് ഒരു മാസം നിങ്ങൾ വളരെ ധൈര്യത്തോടു കൂടി ചില കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. കാരണം അടുത്തൊരു വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവാനുള്ളൊരു സമയമാണ്. ചില റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ളൊരു സമയമാണ്. ചിലർക്ക് റീയൂണിയൻ പോസിബിൾ ആവുന്നൊരു സമയമാണ്. ഓക്കെ, പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ ചില ഡിസിഷൻസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ലൈഫിലെ മേജറായിട്ടുള്ള ചില ഡിസിഷൻസിൽ കൂടി അല്ലെങ്കിൽ ചില അവസ്ഥകളിൽ കൂടി കടന്നു ഏതെങ്കിലും ഇപ്പോൾ ഈ മെസ്സേജ് കേൾക്കുന്ന സമയത്ത് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ കൂടി കടന്നു പോകുന്നൊരു സമയമായിരിക്കണം ഇത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്ത് ആൻഡ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സമയമാണ്. ഓക്കെ, ഞാൻ സ്റ്റക്കായി പോകാനുള്ളൊരു കാരണം ഇവിടെ ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള ഒരു ടോക്സ് എനർജി, ചിലർക്ക് ഇത് ടോക്സിക് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ്, നിങ്ങൾ ചില റിലേഷൻഷിപ്പിൻ്റെ ഒരു ക്ലാരിറ്റി തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കണം. ഓക്കെ, എന്ത് തന്നെ ആയിരുന്നോട്ടെ നിങ്ങളുടെ ഇഷ്യൂസ്, പ്രശ്നങ്ങൾ, അത് നിങ്ങൾ ഈ ഒരു സമയത്ത് ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. ഓർക്കുക, പല ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കൂടി നിങ്ങൾ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവാം. പലപ്പോഴും ഒറ്റയ്ക്കായി പോയി എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. പലപ്പോഴും നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ തിരിച്ചറിയാതെ നിങ്ങൾക്കൊരു വാല്യൂ തരാത്ത രീതിയിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം. ഓക്കെ, ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഭഗവാന്റെ ഒരു സപ്പോർട്ട്, തുണയൊക്കെ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പം അതിൽ തന്നെയാണ് നിങ്ങളെപ്പോഴും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നതും. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക. പല കാര്യങ്ങളുടെയും ഒരു ക്ലാരിറ്റി വരാനിരിക്കുന്നതേ ഉള്ളൂ. സോ ട്രസ്റ്റ് ചെയ്യുക ഈ ഒരു സമയം, ട്രസ്റ്റ് ചെയ്യുക ഈ ഒരു ജേണി. ചില നെഗറ്റീവായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, നെഗറ്റീവായിട്ടുള്ള ചില എനർജീസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്ത് റിലീസ് ചെയ്യുക. മുമ്പോട്ട് പോകാനുള്ളൊരു കരുത്ത് നേടുക. ഈ ഒരു സമയത്ത് പല ഹാപ്പിനെസ്സും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ അർഹിക്കുന്ന പല കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഇരിക്കുക. ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് നല്ല സ്വപ്നങ്ങൾ കാണുക. ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കുക, വിഷ്വലൈസേഷൻ ചെയ്യുക, മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ലവ് ആൻഡ് ഹാപ്പിനെസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു മാസം കഴിഞ്ഞിട്ട് വരുന്നൊരു മെസ്സേജ്. കൂടുതലായിട്ട് അതിലേക്കാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതൊരു ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് പറയുമ്പോൾ പലതരത്തിലും ചിലർക്ക് പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. സോ ഈ ഒരു മാസത്തിൻ്റെ അവസാനത്തോടു കൂടി പലരും പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സിംഗിളായിട്ടിരിക്കുന്ന പലർക്കും ലൈഫിലൊരു പ്രപ്പോസൽസ് വരാനുള്ളൊരു സാധ്യത കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പാഷൻ എന്താണോ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത്. ഓക്കെ, പിന്നെ ചിലർക്കെങ്കിലും ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഷോക്ക്, അല്ലെങ്കിൽ പല കാര്യങ്ങളുടെയും ഒരു റിയാലിറ്റി നിങ്ങളിപ്പോൾ അടുത്ത് വരുന്ന ഈ ഒരു മാസം കൊണ്ട് തിരിച്ചറിയാനുള്ളൊരു സാധ്യത കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും നിങ്ങളതിനൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ചില കാര്യങ്ങൾ, ടോക്സിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുടെ സത്യാവസ്ഥ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത് ഈ ഒരു മാസമായിരിക്കും.
ഓക്കെ. ചിലരെങ്കിലും അത് തിരിച്ചറിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഷോക്കിലിരിക്കുന്നുണ്ടാവാം. ഓക്കെ, റിയാലിറ്റി എന്ത് തന്നെ ആയാലും നിങ്ങൾ ഈ ഒരു സമയത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുക. കാരണം ചില കാര്യങ്ങൾ ലൈഫിൽ നിന്ന് മാറി നിന്നാൽ മാത്രമേ പുതിയ നല്ല കാര്യങ്ങൾ പലരുടെയും ലൈഫിലേക്ക് കടന്നു വരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പല നെഗറ്റീവായിട്ടുള്ള ചില സിറ്റുവേഷൻസ്, നെഗറ്റീവായിട്ടുള്ള അഡിക്ഷൻസ്, കോഡിപ്പെൻഡൻസി പോലുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ ബ്ലോക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു ക്ലാരിറ്റി ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾ മറികടന്നിട്ട് പുതിയൊരു അവസ്ഥയിലേക്ക് വരാനുള്ളൊരു സ്റ്റേജാണ് കാണാൻ പറ്റുന്നത്. സോ പോസിറ്റീവായിട്ടിരിക്കുക. വീണ്ടും ഞാൻ പറയുന്നു, മെഡിറ്റേഷനിലേക്ക് കണക്ട് ചെയ്യുക, സ്പിരിച്വൽ വർക്കിലേക്ക് കണക്ട് ചെയ്യുക. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് എനർജി, നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും വിട്ടു പോകുന്നതാണ്. അതിനെ കൂടി നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുക, ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മാസത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവസാനിപ്പിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.